രണ്ടാം തീയതി തന്നെ പാർക്കുട്ടിയുടെ സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്കൂളിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഡേ ഷോപ്പിങ്ങിന് പോവുകയാണ്. രാമചന്ദ്രനിലോട്ടാണ് പോയത്. വേറൊന്നുമല്ല, ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി, ഒരു 8:30 കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. പിന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് ഒരു സ്ഥലത്ത്, രാമചന്ദ്രനിലാകുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാമല്ലോ. പിന്നെ വിലയും നന്നായിട്ട് കുറവുണ്ട് കേട്ടോ രാമചന്ദ്രനിൽ. അപ്പൊ ഞങ്ങൾ അങ്ങനെ രാമചന്ദ്രനിലോട്ട് പോയി. എന്നിട്ട് ആദ്യമേ തന്നെ ബുക്കിന്റെ സെക്ഷനിൽ പോയി ആവശ്യമുള്ള ബുക്സ് ഒക്കെ വാങ്ങി. എന്നിട്ട് പാർക്കുട്ടിക്ക് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങണമായിരുന്നു. അപ്പോൾ പിങ്ക് കളറിലെ വാട്ടർ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു പീച്ച് പിങ്ക് പോലെയുള്ള ഒരു ഷെയ്ഡിൽ ഒരു സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കറി കൊണ്ടുപോകാനായിട്ട് ഇതുപോലൊരു പാത്രം കണ്ടായിരുന്നു അവിടെ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു ചെറിയ കുപ്പി പോലൊരു സാധനം കേട്ടോ. അപ്പൊ അതും വാങ്ങിച്ചു. എന്നിട്ട് പാത്രത്തിന്റെ സെക്ഷൻ കണ്ടപ്പോൾ എന്നിലെ നഗവല്ലി ഇങ്ങനെ പുറത്ത് വന്ന് കേസ്. പക്ഷെ ഞാനിങ്ങനെ അടക്കി വെച്ചു. എന്നിട്ട് ഞങ്ങളിതേ അടുത്ത ഷോപ്പിംഗ് പരിപാടി നടത്തുകയാണ്. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ. പാർക്കുട്ടിക്ക് ബാഗ് ഒന്നും വാങ്ങുന്നില്ല. പാറുവിന്റെ പഴയ ബാഗ് ഇരിപ്പുണ്ട് കേട്ടോ. പാർക്കുട്ടിക്ക് ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല പുതിയ ബാഗ് തന്നെ വേണം, പുതിയ ചെരുപ്പ് തന്നെ വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഉള്ളത് വെച്ചിട്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടുന്നുള്ള ബുക്സ്, പിന്നെ ടിഫിൻ ബോക്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത്. നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ ബില്ല് ചെയ്യുന്നത്. ബില്ല് ചെയ്ത് തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇതുപോലൊരു വാട്ടർ ബോട്ടിൽ പാറുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വലിയ വാട്ടർ ബോട്ടിൽ ഇത് ആരമ്മ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് നേരെ ഇറങ്ങി. ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ കേട്ടോ. അപ്പോൾ പാറുകുട്ടിക്ക് മന്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അൽഫാം മന്തിയാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനത് കഴിച്ചു നോക്കി. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള മന്തി കേട്ടോ. പക്ഷെ എനിക്ക് വാങ്ങിച്ചത് ബട്ടർ ചിക്കനും പിന്നെ പൊറോട്ടയാണ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വാങ്ങിച്ചത്. കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് ബട്ടർ ചിക്കൻ കഴിക്കണമെന്ന് കേട്ടോ. അങ്ങനെ ഇന്നങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷെ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നേ. കടയുടെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. വെള്ളയമ്പലത്തിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ നല്ല ചൂടും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇരട്ടിയായിട്ട് ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും കുറേ ദിവസമായിട്ടുള്ള എൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു. ഞാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചേട്ടാ. അപ്പോൾ എന്നിട്ട് പാർക്കുട്ടിക്കും കൊടുത്തായിരുന്നു. പാർക്കുട്ടി മന്തി കിട്ടിയാൽ പിന്നെ പൊറോട്ടയിലോട് വലിയ താല്പര്യമില്ലല്ലോ. അങ്ങനെ മന്തിയും പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു ഫലൂഡയും കൂടെ ഓർഡർ ചെയ്തായിരുന്നേ പാർക്കുട്ടിക്ക്. അപ്പോൾ ഫലൂഡ വന്നിട്ടുണ്ട്. അത് കണ്ടതിൻ്റെ സന്തോഷം കാണണ്ടേ. പാറുവിൻ്റെ മുഖത്തുള്ള ഈ ചിരി കാണുമ്പോൾ അറിയാം ഫലൂഡ കണ്ടതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഫലൂഡയൊക്കെ കഴിച്ചു. ഫലൂഡയും അത്ര ടേസ്റ്റി ആണെന്ന് പറയാൻ പറ്റൂല ഫലൂഡ, എന്നാലും ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നേ. നിങ്ങളുടെ മക്കളുടെയൊക്കെ സ്കൂൾ തുറന്നോ, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്ന് കമൻറ്റ് ചെയ്യണേ. അത്ര